ഹായ്, ഇന്നത്തെ വീഡിയോയിൽ PSC പരീക്ഷകളിൽ എങ്ങനെ OMR എഴുതി നമുക്ക് മാർക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതെൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ OMR ബുക്കിലാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതും എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഉണ്ടായത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്, എപ്പോഴും ഒരു 60ക്ക് താഴെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു OMR ബുക്ക് വാങ്ങിയ ശേഷമാണ് കേട്ടോ അതിലാണ് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഡെയിലി എഴുതി പ്രാക്ടീസ് ചെയ്തതാണ് കേട്ടോ ഇത്. ഇടയ്ക്ക് 1-2 ദിവസം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ എഴുതില്ല എന്നുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഞാൻ ഡെയിലി എക്സാം എഴുതി വന്നിരുന്ന ആളാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് നിന്ന് പോയിരിക്കുകയാണ്, ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. ഈ ഒരു ബുക്കിലെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, എന്തിനാണ് OMR എഴുതിയാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അതിൽ ഓരോന്നും നമ്മൾ സാധാരണ OMR എഴുതുമ്പോൾ ഉള്ള അതുപോലെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് വന്നെന്നുള്ള എല്ലാം എഴുതാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമാണ്. അപ്പോൾ 43 ആണ് അതിൽ മാർക്ക് വന്നിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ ഒരു 10th ലെവൽ LGS ലെവലാണ്. അതിൽ 80+ വരാൻ തുടങ്ങി, 70, 80+ ഒക്കെ. പിന്നെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വന്നതാണ് 53. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ആദ്യം ഞാൻ എഴുതിയത് 43 ആയിരുന്നു. പിന്നെ കുറച്ചുകൂടി പഠിച്ച് നമ്മൾ വരുമ്പോൾ 53ലോട്ട് എത്തി. അതാ ഞാൻ പറഞ്ഞ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. ലാസ്റ്റ് ഞാൻ എഴുതിയ എക്സാം കണ്ടില്ല നിങ്ങൾ, 89 ആണ് മാർക്ക്. എനിക്ക് തോന്നുന്നു അതൊരു LGS ലെവൽ എക്സാം ആയിരുന്നു. ഒരു LGS ലെവൽ എക്സാമിലെല്ലാം എനിക്കിപ്പോൾ ഒരു 80+ അല്ലെങ്കിൽ 90+ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വൊക്കാബ് സ്പീഡിയയുടെ ടെലിഗ്രാം ചാനലിൽ നിന്നാണ്. അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവർ ഡെയിലി എക്സാം ഇടും ഉച്ചയ്ക്ക് 2 മണിക്ക്. അപ്പോൾ അത് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് എഴുതാൻ താല്പര്യമുള്ളവർക്ക്, അതായത് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അവരെ ഫോളോ ചെയ്തോളൂ കേട്ടോ. അവരിപ്പോഴും ഉച്ചയ്ക്ക് എക്സാം ഇടുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുക. നമുക്കിത് ഇതുപോലെ കാണാം. പിന്നെ ആൻസർ കീ ആയിട്ടിടും. അതേപോലെ മാത്സിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം തരുന്നുണ്ട് കേട്ടോ അവർ. മാത്സ് ഉണ്ടല്ലോ, മാത്സൊക്കെ എക്സ്പ്ലനേഷൻ അടക്കം തരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്യുക കേട്ടോ. ഞാൻ എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരും ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇനി നമ്മൾ എക്സാമൊക്കെ എഴുതി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താ അറിയോ, നമ്മൾക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ, തെറ്റായിട്ടുണ്ടാവും, അറിയാതെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ തെറ്റായിട്ടുള്ളതുണ്ടല്ലോ, നമ്മൾ തെറ്റിച്ചത്, അറിയാതെ വിട്ടുപോയിട്ടുള്ളത് പിന്നെയും നമുക്ക് പിന്നെ നോക്കാം. നമ്മൾ തെറ്റിച്ചതുണ്ടല്ലോ അത് നമ്മൾ എഴുതി വെക്കുക, ടോപ്പിക്ക് ഏത് ടോപ്പിക്കാണ് നമ്മൾ തെറ്റിച്ചതെന്ന്. എന്നിട്ട് ആ ഭാഗം പഠിച്ചെടുക്കുക. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നോട്ടിൽ. ആ നോട്ട് എൻ്റെ കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിൽ അത് ആഡ് ആക്കിയിട്ടുണ്ടാവും. നോട്ട് ഞാൻ തിരഞ്ഞിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടോപ്പിക്ക്. എന്നിട്ട് ഓരോ ആഴ്ചയിലും എത്ര ടോപ്പിക്ക്, അതായത് നമ്മൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ ഒരുപാട് ടോപ്പിക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 5 ടോപ്പിക്ക് എഴുതി വെച്ചിട്ട് ആ ഒരു ആഴ്ചയിൽ അത് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് ഈ OMR പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടോപ്പിക്കുകളൊക്കെയാണ് തെറ്റാറ്. പിന്നെ മാത്സിലും തെറ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഉടനടി തന്നെ മാത്സ് ആ ടോപ്പിക് സെർച്ച് ചെയ്യും. ആ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് അത് കണക്കാക്കുന്നത് എന്നൊക്കെ നോക്കി വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മൾ തെറ്റ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് തിരുത്താൻ നമ്മൾ തയ്യാറാവുമ്പോഴാണ് നമ്മൾ വിജയിക്കുകയുള്ളൂ. അതിപ്പോൾ ജീവിതത്തിൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പം ഞാനിങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാട്ടോ എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആയത്. ആ തെറ്റിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമല്ലോ, അതിൽ വീണ്ടും ഈ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ആവർത്തിച്ച് വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ, നമ്മൾ പഠിച്ചതിന് ഉത്തരം കിട്ടിയല്ലോ എന്നുള്ളത്. കാരണം ഈ മിക്കതും ആവർത്തന ചോദ്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പഠിച്ച ഒരു സംതൃപ്തി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഈ OMR ബുക്ക്, എൻ്റെ കയ്യിലുള്ള OMR ബുക്ക് ഇതുപോലെയൊക്കെയാണ് കേട്ടുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാനുണ്ട്, അതേപോലെ സ്റ്റാർട്ട് എൻഡ് ടൈം എല്ലാം എഴുതാനുണ്ട്, അതേപോലെ രജിസ്റ്റർ നമ്പർ എഴുതാനുണ്ട് കേട്ടോ. പലരും വിട്ടുപോകുന്ന ഒരു കാര്യമായിരിക്കും, ചിലപ്പോൾ എക്സാമിന് തെറ്റിക്കും രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ. അപ്പം നമ്മൾ ഈ ഇവിടെ അതുപോലെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മറക്കില്ല. ഡേറ്റ്, അതേപോലെ എക്സാം ഡേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ ഇതിലെ ഓരോ സബ്ജക്റ്റ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മാർക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അതേപോലെ നെഗറ്റീവ് എഴുതാനും പിന്നെ ടോട്ടൽ എത്ര മാർക്ക് അങ്ങനെയൊക്കെ വന്നിട്ട് എഴുതി. അപ്പോൾ ഒരു OMR ബുക്ക്
ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾ OMR എഴുതി പഠിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്കറിയാം, നമ്മളുടെ മിസ്റ്റേക്കുകളൊക്കെ എവിടെ വന്നതെന്ന് നമുക്കറിയാം, നമ്മൾ ഏതൊക്കെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തു എന്നൊക്കെ നമ്മളൊരു എക്സാമിൻ്റെ കോഡ് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയുമേ. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഷീറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് കോപ്പി എടുത്തിട്ട് ഇത്ര എണ്ണം എന്ന് വെച്ചിട്ട് കോപ്പി എടുത്തിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയാൽ കാണാൻ അധികം പേരില്ല, അതുകൊണ്ടാട്ടോ ഓവറായിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ വീഡിയോ ആയിട്ട് ഇനി ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്